തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പുകയുന്നതിനിടെ പുതിയ KPCC പ്രസിഡന്റിനെ കണ്ടെത്താനുള്ള ചർച്ചകൾ അവസാന റൗണ്ടിലേക്ക് എത്തുകയാണ്. AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, മുഖ്യമന്ത്രി VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവർ ഒരേ മനസ്സിലെത്തുന്നതോടെ KPCC അധ്യക്ഷൻ ആരാണ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ നിലപാടാണ് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നിർണായകമാവുക. പരസ്യമായ പക്ഷം പിടിക്കലില്ലെന്ന് പറയുമ്പോഴും KCയുടെ താൽപ്പര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് പുതിയ അധ്യക്ഷന്റെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപനത്തിലേക്ക് എത്തുക. DCC പുനഃസംഘടനയും പുതിയ അധ്യക്ഷ നിയമനവും വൈകുന്നതിലുള്ള അതൃപ്തി വ്യക്തമാക്കി മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ദില്ലിയിലെത്തി ഹൈക്കമാൻഡ് നേതാക്കളെ കണ്ടത് ചർച്ചകളെ പുതിയ വഴിത്തിരിവിലാക്കി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരെ നേരിട്ട് കണ്ട ചെന്നിത്തല പാർട്ടിക്ക് മുഴുവൻ സമയം പ്രസിഡന്റ് വേണമെന്ന ശക്തമായ ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. MPമാർ പ്രസിഡന്റ് ആകുന്നതിനെതിരെ ഉയർന്ന അമർഷവും മുഴുവൻ സമയം പ്രസിഡന്റ് വേണമെന്ന ആവശ്യവും ചർച്ചകളിൽ സജീവമാണ്. K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള മുൻ KPCC പ്രസിഡന്റുമാരും ഈ നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റു മുൻ അധ്യക്ഷന്മാരായി കൂടി ആലോചിച്ച് സെപ്റ്റംബർ ആദ്യത്തോടെ അന്തിമ തീരുമാനമെടുക്കാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത്. രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന ആവശ്യത്തിന് പിന്നിൽ ജോസഫ് വാഴക്കന്റെ പേരിനാണ് മുൻതൂക്കം. സംഘടനാ മികവും മുതിർന്ന നേതാക്കളുടെ പിന്തുണയും വാഴക്കനാണ് അനുകൂല ഘടകമാണ്. അതേസമയം MPയോ MLAയോ എന്നതിനേക്കാൾ പാർട്ടിയെ നയിക്കാനുള്ള പ്രാപ്തിയാണ് നോക്കേണ്ടതെന്നാണ് KC വേണുഗോപാൽ വിഭാഗത്തിന്റെ നിലപാട്. സംസ്ഥാന സർക്കാരുമായി പൂർണ്ണമായും സഹകരിച്ചു പോരുന്ന വ്യക്തിയാകണം പാർട്ടി അധ്യക്ഷനെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. ഭരണവും സംഘടനാ നേതൃത്വവും തമ്മിൽ മികച്ച ഏകോപനം വേണമെന്ന സതീശന്റെ തന്ത്രപരമായ നീക്കം ചില പ്രമുഖരുടെയും സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. സർക്കാരുമായി കൊമ്പുകോർക്കുന്ന അധ്യക്ഷനെ നിയമിച്ച് പരീക്ഷണത്തിന് മുതിരാൻ ഹൈക്കമാൻഡിനും താൽപ്പര്യമില്ല. യുവത്വത്തിന് മുൻഗണന നൽകണമെന്ന പൊതുവികാരം ഉയർന്നാൽ ഷാഫി പറമ്പിന്റെയും മാത്യു കുഴൽനാടന്റെയും പേരുകൾ സജീവ പരിഗണനയിലെത്തും. എന്നാൽ MPമാർ സംഘടനാ ചുമതല വഹിക്കുന്നതിനെതിരെയുള്ള എതിർപ്പും സർക്കാരുമായി സഹകരിച്ചു പോകണമെന്ന നിർദ്ദേശവും ഇവരുടെ സാധ്യതകൾക്ക് വെല്ലുവിളിയാകുന്നുണ്ട്. കോൺഗ്രസിന് ആദ്യമായി ഒരു ദളിത് KPCC പ്രസിഡന്റ് വേണമെന്ന ശക്തമായ അവകാശവാദങ്ങളുമായി മുതിർന്ന MP കൊടിക്കുന്നിൽ സുരേഷും കളം നിറയുന്നുണ്ട്. മുൻ KPCC പ്രസിഡന്റ് VM സുധീരന്റെ പിന്തുണയും കൊടിക്കുന്നിനുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ചാൽ കൊടിക്കുന്നിന്റെ പേരിന് കനത്ത തൂക്കമുണ്ടാകും. ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, UDF കൺവീനർ അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകളും അവസാനവട്ട ചർച്ചകളിൽ സജീവമായാണ് നിലനിൽക്കുന്നത്. എന്നാൽ ദില്ലിയിലെയും തിരുവനന്തപുരത്തെയും ഗ്രൂപ്പ് സമവാക്യങ്ങൾ നീക്കുപോക്കുകളും എങ്ങനെയെല്ലാം മാറും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇവരുടെ ഭാവി. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേതാക്കളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷം ആയിരിക്കും റിപ്പോർട്ടുകൾ നൽകുക. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും പ്രഖ്യാപനം എത്തുക. മുഖ്യമന്ത്രിയും മറ്റു പ്രമുഖ നേതാക്കളും ഒരേ ധാരണയിലെത്തിയാൽ ആകാംക്ഷകൾക്ക് വിരാമമിട്ട് ദിവസങ്ങൾക്കകം തന്നെ പുതിയ KPCC പ്രസിഡന്റ് ആരെന്ന് നമുക്കറിയാം.